കഴിഞ്ഞ 6 ദിവസത്തെ ട്രക്കിങ്ങിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി 7ാമത്തെ ദിവസമായി ഇന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. മനാങ് ടൗണിൽ തന്നെ ഈ അന്നപൂർണ്ണ സർക്യൂട്ടിൻ്റെ പെർമിറ്റ് ചെക്ക് ചെയ്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിനടുത്ത് തന്നെയാണ് ഞാൻ ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ചത്. വളരെ ചെറിയൊരു പ്രോപ്പർട്ടിയാണ്, ഒരു കുഞ്ഞ് സിമ്പിൾ പ്ലേസ്. ഇതാണ് കേട്ടോ കുഞ്ഞ് പ്ലേസ്. ഞാൻ മുകളിലത്തെ നിലയിലാണ് എൻ്റെ താമസം, ഇതിനകത്താണ് റൂം. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട്, എല്ലാം ഇതുപോലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇതെല്ലാം പഴയ ടൈപ്പ് കൺസ്ട്രക്ഷൻ അവർ വീണ്ടും ഒന്ന് റെനോവേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ എക്സ്ട്രാ വർക്കുകളൊക്കെ ചേർത്തിട്ടാണ് ഇങ്ങനെ പ്രോപ്പർട്ടീസ് ആക്കിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കല്ലിങ്ങനെ അടുക്കി വെച്ചേക്കുന്നതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ മുകളിൽ കൂടുതൽ കൺസ്ട്രക്ഷനൊക്കെ ചെയ്ത് ചെറിയ റൂംസൊക്കെ സെറ്റ് വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ വ്യൂ. ആഹാ, എന്താ രസമല്ലേ. കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ നമ്മളെ നോക്കി ചിരിച്ച് നിൽക്കുകയാണ് ഇവിടെ മൊത്തം. അപ്പോൾ ഇന്ന് ട്രക്ക് ചെയ്യുന്നില്ല, ഇന്ന് ബ്രേക്ക് എടുക്കുന്നുള്ളത് കൊണ്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങി. ഇപ്പം ഞാൻ രാവിലെ എണീറ്റുള്ളൂ. ഇവിടെ നല്ല സൈലൻറ്റ്. ഇന്ന് നല്ല വെതറാണ്, നല്ല അടിപൊളി വെതറായിരുന്നു ഇന്ന്. പക്ഷേ 6 ദിവസത്തെ സ്ട്രെസ്സും 6 ദിവസത്തെ എൻ്റെ മസിൽസിനുള്ള ടെൻഷനും ഒക്കെ ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് റെസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. ബാക്കി വിശേഷങ്ങൾ ഇനിയുള്ള പറയാം. ഞാൻ ഡേ ഇന്ന് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നറിയില്ല. 10 മണിയായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് നോക്കട്ടെ. ചിലപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കുഞ്ഞ് ചെറിയ ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വൈകുന്നേരം നേരത്തെ വന്ന് കിടന്നുറങ്ങി നാളെ രാവിലെ ഇവിടെ നിന്ന് പോകാനായിരിക്കും പ്ലാൻ. 7ാം ദിവസം ഫുൾ റൂമിൽ തന്നെ ആയിരുന്നു. ഞാൻ പുറത്തോട്ടൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തതാണ്, പിന്നെ പോയില്ല. തണുപ്പും നല്ല കാറ്റുണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ വിചാരിച്ച് വെറുതെ പുറത്ത് പോയുള്ള എനർജി കളയണ്ട, അതുകൊണ്ട് റൂമിൽ തന്നെ ഇരുന്നു. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയ സമയമായിട്ടുണ്ട് ഏകദേശം. അപ്പം പുറത്ത് നല്ല അത്യാവശ്യം നല്ല വ്യൂ ആണ്. വ്യൂ ഒന്ന് കാണിക്കാം. ലൈറ്റ് പതുക്കെ പോയി തുടങ്ങിയപ്പോൾ ക്ലൗഡും മൗണ്ടനൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അന്നപൂർണ 2 ആണ് കാണുന്നത്, അന്നപൂർണ 3 ആൻഡ് ഗംഗാപൂർണയാണ്. ഗംഗാപൂർണ ഗ്ലേഷ്യറാണ് കാണുന്നത്. എൻ്റെ ഇടയ്ക്കായിട്ട് ഗംഗാപൂർണ ലേക്കാണ് കേട്ടോ, താഴെ യാത്ര ഭാഗത്ത് കാണുന്നത്. ചെറുതായിട്ട് ലൈറ്റ് ഗ്ലിറ്റർ ചെയ്യുന്നുണ്ട്. അതിന് ഗംഗാപൂർണ ലേക്കാണ്. പിന്നെ തിരിച്ചഹിമയാണ് കാണുന്നത്, ആ ഒരു പാർട്ട്. ഈ മൗണ്ടൻസ് ഇത്രയും ഭാഗമാണ് നമുക്ക് മനാങ്ങിൽ നിന്നും കാണാൻ പറ്റുന്നത്. നമ്മൾ പിസാങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അന്നപൂർണ 4 അന്നപൂർണ 1 മറ്റോ ആയിരുന്നു. അവിടെ ഒരു മൗണ്ടനുണ്ട്. ബാക്കി ഇത്രയാണ് നമുക്ക് മനാങ് നിന്നാൽ കാണാൻ പറ്റുന്നത്. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇന്നലെ വന്ന് അക്കോമഡേഷൻ എടുത്ത സ്ഥലമാണ്. ഞാൻ ഇന്നലെ വന്ന് റൂം എടുത്ത സ്ഥലം പെർഫെക്റ്റ് സ്പോട്ടായിരുന്നു. കറക്റ്റ് വന്ന് മുമ്പിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ എല്ലാവരെയും കാണാം. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന എല്ലാ മൗണ്ടൻസിനെയും നല്ല അടുത്ത് കാണാം, ഒരു ഒബ്സ്റ്റക്കിൾസും ഇല്ലാതെ. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എപ്പോൾ റൂമിൽ നിന്ന് ഇവിടെ ഇറങ്ങിയാലും കാണുന്ന മൗണ്ടൻസിനെയാണ്. ഒരു വല്ലാത്ത ഫീലാണ് കത്തിക്കുന്നത്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. 8ാം ദിവസമാണ്. നമ്മളങ്ങനെ മനാങ്ങിനോട് ബൈ പറയുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമാണിത്. ഞാൻ സ്റ്റേ ചെയ്ത റൂമാണ് മുകളിൽ. താഴെ കിച്ചൺ. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടേ ഗംഗാപൂർണ ലേക്ക് ഇപ്പം നല്ല തെളിഞ്ഞിട്ടുണ്ട്. രാവിലെ നല്ല ഫ്രോസൺ ആയിരുന്നു, ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടൈം 8:40 ആയിട്ടുണ്ട്. അപ്പം 9 മണി അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറങ്ങുകയാണ് എന്തായാലും. ഓ യാ, all set to go. കർമ്മയോടെ എല്ലാവരും ഇന്നിവിടെ ഒരു പരിപാടി അടയ്ക്കണം കേട്ടോ. അവർക്ക് ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ഇവിടെ സ്തൂപയിൽ പ്രയറോ മറ്റോ നടക്കുകയാണ്. സോ ഇതായിരുന്നു മനാങ് നിന്ന് പോകുന്നതിനോട് സത്യം പറഞ്ഞാൽ വലിയ ഇത് 2 ദിവസം കൂടെ നിൽക്കണം എന്നുണ്ട്. പക്ഷേ നമുക്ക് പോയാലേ പറ്റൂ. അങ്ങനെ 8ാമത്തെ ദിവസം തുടങ്ങി ഗൈസ്. ഇനി എനിക്കിന്ന് പോകേണ്ടത് തിരിച്ചു ബേസ് ക്യാമ്പിലേക്കാണ്. അപ്പോൾ നോക്കാം. ഗ്രാൻഡ്മ വരുന്നുണ്ട്, ഗ്രാൻഡ്മയോട് ബൈ പറഞ്ഞിട്ട് പോവാം.
Yeah. Thank you so much. Next time. Next time. 나니까 주제. So, ഗ്രാനിയോടും bye പറഞ്ഞു. 야, 나 매우로 봐봐. Bye. Bye. Thank you so much. 그다 그리와. So, ഗ്രാനിയും കണ്ടു. സത്യം ഹാപ്പി ആയി. പുള്ളിക്കാരി ഞാൻ അവിടെ നോക്കി പക്ഷെ കണ്ടില്ല. ഇപ്പോൾ വഴി വെച്ച് കണ്ട് എന്തായാലും ഭയങ്കര അനുഗ്രഹമായിട്ട് കാണുന്നു. പുള്ളിക്കാരി ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 2 ദിവസം താമസിച്ച മനാങ്ങാണ് ഇപ്പോൾ കണ്ടത്. അവിടുന്ന് ട്രെക്കിംഗ് റൂട്ട് ഉണ്ടായിരുന്നു. ട്രെക്കിംഗ് കയറി സിക്സാഗ് കണക്ക് കറങ്ങി മേളിൽ ഇവിടെ വന്നതാണ്. ഹൈറ്റ് കൂടി മേളിൽ വരുന്നതും ബ്രീത്തിങ്ങിന് നല്ല പ്രശ്നങ്ങളുണ്ട്. ഡീപ്പ് ബ്രെത്ത് എടുക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഇടയ്ക്ക് നിന്ന് നിർത്തി ഡീപ്പ് ബ്രെത്ത് എടുക്കാൻ നോക്കുമ്പോൾ പറ്റത്തില്ല. ഇനി നോക്കാം. ബിഗ് ചലഞ്ച് റിയലി. ഗംഗാപൂറിന് ഇവിടെ നിന്നാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ഗ്ലേഷ്യർ അവിടെയാണ്. അവിടെ നിന്നാണ് മഞ്ഞുരുകിയിട്ട് വെള്ളം നേരെ താഴേക്ക് വരുന്നത്. അവിടെ ആയിട്ടാണ് ടങ്കി മനാങ് 3650 മീറ്റർ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നലെ സന്തോഷിനെ വീണ്ടും മീറ്റ് ചെയ്തിട്ടുണ്ട് വെച്ച്. സന്തോഷിൻ്റെ അടുത്ത് പറഞ്ഞ് ഇതാണ് ഓൾഡ് മനാങ്, പുതിയ ടൗണാണ് താഴെ ഉള്ളതെന്ന്. അപ്പോൾ ഈ ടങ്കി മനാങ് എന്നുള്ളത് മിക്കവാറും ഓൾഡ് മനാങ് എന്നുള്ളതിൻ്റെ ആയിരിക്കും. ഐ ഗസ്, ഷുവറല്ല. മനാങ് കഴിഞ്ഞ് കയറി മുകളിൽ വരുമ്പം വഴി 2ആയിട്ട് തിരിയുന്നുണ്ട് കേട്ടോ. ഒന്ന് തിലിശ്ശൂരിലേക്ക് പോകാനുള്ളതും ഒന്ന് തുറങ്ങള പാസിലേക്ക് പോകാനുള്ളതും. ഞാൻ വഴി മാറി തുറങ്ങള പാസിൻ്റെ റൂട്ട് കയറി. നടന്നൊരു 100 മീറ്റർ ചെന്നപ്പോഴാണ് സ്റ്റെപ്സ് കയറി 100 മീറ്റർ ചെന്നപ്പോഴാണ് സൂനിയേഴ്സൊക്കെ ഇരിക്കുന്നതിന് അമ്മച്ചിയെ കണ്ടത്. അപ്പോൾ അമ്മച്ചി അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അമ്മച്ചിയാണ് പറഞ്ഞത്, അയ്യോ നിനക്ക് വഴി മാറി, താഴെ കൂടാണ് പോകേണ്ടത്, താഴെ വേറെ റോഡുണ്ട് തിരിച്ചു പോകാൻ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ശരിയായ വഴി പിടിച്ചിപ്പോൾ പോവുകയാണ്. എന്തോ ഭാഗ്യത്തിനാണ് അമ്മച്ചിയെ കണ്ടത്. അമ്മച്ചി പറഞ്ഞു തന്നതുകൊണ്ട് വഴി തെറ്റി പോയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് തുറങ്ങള റൂട്ടിൽ ചെന്ന് കയറിയാണ്. ഈ ആക്കർക്കൊക്കെ ചെന്ന് കയറിയിട്ട് അവിടുന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വരേണ്ടി വന്നേനെ. എനിവേ കറക്റ്റ് റൂട്ടിൽ തന്നെ കയറി. എനിക്ക് ഇവിടുന്ന് നേരെ കങ്സാറാണ് എത്തേണ്ടത്. കങ്സാർ എന്നിട്ടാണ് പിന്നെ തിരിച്ച് ബേസ് ക്യാമ്പ് പോകേണ്ടത്. കങ്സാർ വില്ലേജ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, നല്ല മുകളിലാണ്. ഇതേ മൗണ്ടൈൻ്റെയൊക്കെ താഴ്വശത്തായിട്ടാണ് കങ്സാർ. അത് കഴിഞ്ഞ് വീണ്ടും പോകുമ്പോൾ ഒരു ബ്രൗൺ കളറിൽ കാണുന്ന ഒരു മൗണ്ടൻ ഉണ്ട്. അതിൻ്റെ ആ ഭാഗത്താണ് തിരിച്ചോ ബേസ് ക്യാമ്പ് വരുന്നത്. അപ്പോൾ എനിക്കിന്ന് പോയി തിരിച്ചോ ബേസ് ക്യാമ്പിലാണ് എത്തുന്നത്. അവിടെ നിന്ന് സ്റ്റേ ചെയ്തതിനു ശേഷം നാളെ വെളുപ്പിനായിരിക്കും ഞാൻ തിരിച്ചോ ലേക്കിലേക്കുള്ള ഹൈക്ക് തുടങ്ങുന്നത്. ഇന്ന് തുടങ്ങിയ തൊട്ടൊരു പ്രധാന ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് മനാങ്ങിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന വഴിക്ക് ഒരുപാട് പേരെ കണ്ടിരുന്നു ഹൈക്ക് ചെയ്ത് വരുന്ന ആൾക്കാരെ. ഈ സെയിം റൂട്ട് തന്നെ മനാങ്ങിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നവരാണ്. പക്ഷേ എനിക്ക് മുന്നേ 2-3 പേര് പോയിട്ടുണ്ട്. അതിനുശേഷം ഞാനേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോകുന്ന തുറങ്ങള പാസിലേക്കാണ്. തിരിച്ചുവിലേക്ക് ആരും പോകുന്നില്ല. എനിക്ക് വന്ന് തിരിച്ചുപോയി പോയിട്ട് തിരിച്ച് വന്ന് പിന്നെ തുറങ്ങളെ കയറാനുള്ളൊരു എഫേർട്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു എന്താ പറയുക, ഒരുപാട് എഫേർട്ട് എടുക്കണം നമ്മൾ. ഒരുപാട് എനർജി ഇട്ട് വേണം ഇത് രണ്ട് ചെയ്യാൻ. കാരണം ഹൈറ്റിൻ്റെ ഡിഫറൻസും അത്രയും നടക്കണം. പിന്നെ മൗണ്ടൻസിനോട് വളരെ ക്ലോസ് ആണ്. പിന്നെ എക്സ്ട്രീം വെതർ. അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലാവരും തുറങ്ങളെ മാത്രം ചൂസ് ചെയ്ത് പോകണം. പക്ഷേ എനിക്ക് തുടക്കം തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു തിരിച്ചുലേക്ക് കാണണമെന്നുള്ളത്. കാരണം ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഒരിക്കലും തിരിച്ചുലേക്ക് മിസ് ചെയ്യരുത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് ആരും ഇത് ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ തന്നെ നിന്ന്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, തുറങ്ങളെത്തുമ്പോഴത്തേക്ക് ഒരുപാട് ടയേർഡാവും. പക്ഷേ എനിക്ക് തിരക്കില്ല, പതുക്കെ ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും അത് ചെയ്തിട്ട് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. എന്തായാലും ഇവിടം വരെ എത്തി. എന്തായാലും നമ്മൾ തുടങ്ങി, ഇത്രയും ദൂരം നടന്നു, ഹൈക്ക് ചെയ്ത് ഇവിടം വരെ എത്തി.
അപ്പോൾ അത് മിസ് ചെയ്യുന്നതോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്തിട്ട് തുറങ്ങള ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ മനാങ് കഴിഞ്ഞിട്ട് കാങ്സാർ പോകുന്ന വഴിക്ക് ട്രെയിലിൻ്റെ കളർ മാറിയിട്ടുണ്ട് കേട്ടോ. ട്രെയിൽ മാർക്കിൻ്റെ ഇപ്പോൾ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. നേരത്തെ റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് കാങ്സാർ പോകുന്ന റൂട്ടാണിത്, ട്രെയിൽ റൂട്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. നമ്മുടെ കാങ്സാർ വില്ലേജിൻ്റെ മെയിൻ ഗേറ്റ് എൻട്രി ആയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ട്രക്കായിരുന്നു കേട്ടോ. കയറ്റമൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പടിയുണ്ടായിരുന്നു. പടികളെല്ലാം പൊളിഞ്ഞു കിടന്നതുകൊണ്ട് ഭയങ്കര റിസ്ക് ആയിരുന്നു ചവിട്ടി കയറുന്നത്. പക്ഷേ ഒരുവിധം നൈസായിട്ട് ഞെത്തി. ഇനി കുറച്ചുമുണ്ട് വില്ലേജിലേക്ക് കയറാൻ. മെയിൻ ഗേറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. കുറച്ച് താണ്ടി ഈ റോഡ് ഇങ്ങനെ പാസ് ചെയ്ത് കയറി പോകണം. ശ്രീഹർക്ക വില്ലേജിലേക്കുള്ള വഴിയാണ്. കഴിഞ്ഞ ദിവസം യാരു വില്ലേജിൽ കയറിയ അതേപോലെ നല്ല സ്റ്റീപ്പ് സിക്സാഗ് വഴി. അതും പ്രോപ്പർ സർഫേസ് അല്ല, തെന്നിക്കഴിഞ്ഞാൽ നേരെ താഴെ പോവും. നല്ല റിസ്ക്കിയാണ്. അതുപോലെ തന്നെ ഹൈറ്റ് ഇത്ര ഉണ്ടായതുകൊണ്ടും ഓൾട്ടിറ്റ്യൂഡിൽ ബ്രീത്തിങ് ഒരു ഇത്തിരി പാടാം. ചില സമയം ഇടയ്ക്കങ്ങ് സ്റ്റക്കാവും. പക്ഷെ ഞാൻ നിന്ന് പതുക്കെ കയറി പോകും. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇനി അങ്ങെത്തണം. അതാണ് യാക്കർക്ക വില്ലേജ്. അപ്പോൾ അവിടം വരെ എത്തണം. അവിടം വരെ ഇതേക്കുള്ള സ്റ്റീപ്പ് കയറ്റമാണ്. കയറിയാണ് മേളിൽ ചെല്ലും. കടുപ്പം, നല്ല കടുപ്പം. ഓക്കെ,
കയറി വന്നത് അവിടെ നിന്നാണ്. സ്കൂബൊക്കെ നിൽക്കുന്നതാണ്. സ്കൂബ അവിടെ നിന്ന് ഇങ്ങനെ 6 ആക്കാണ് നമ്മൾ കയറി വിട്ടിട്ട് വന്നത്. സോ ഫൈനലി 4000 മീറ്റർ തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ശ്രീഖർക്ക് പാസ് ചെയ്ത് ഞാൻ ട്രക്ക് കണ്ടിന്യൂ ചെയ്തു. ശ്രീഖർക്ക വില്ലേജ് ക്രോസ് ചെയ്യുന്നതിനിടെ വെച്ചൊരു ബായിയെ പരിചയപ്പെട്ടു. നേപ്പാളി പയ്യനാണ്. പുള്ളിക്കാരൻ എനിക്കൊരു കാർഡ് തന്നിട്ട് പറഞ്ഞു അവിടെ തിരിച്ച് ബേസ് ക്യാമ്പിൽ അവർക്കൊരു ഹോട്ടലുണ്ട്, അങ്ങോട്ട് ചെന്നാൽ മതി. പുള്ളിയുടെ ബ്രദർ അവിടെ ഉണ്ട്, പുള്ളിയെ മീറ്റ് ചെയ്താൽ മതി, അപ്പോൾ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞ് കാർഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം, അവിടെ ചെന്നിട്ട് നോക്കാം. എനിക്ക് ഓൾറെഡി കാണാം കേട്ടോ ക്ലൈമറ്റിനകത്തുള്ള വ്യത്യാസം. ദേ ഫുള്ള് ക്ലൗഡിയായി മൂടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടൊന്നും വലിയ കുഴപ്പമില്ല, സണ്ണി വെതറാണ്. ഞാൻ വന്ന വഴിയാണിത്. അവിടെയൊക്കെ അത്യാവശ്യം ക്ലൗഡ് ഉണ്ടെങ്കിലും വെതർ കൊള്ളാം, നല്ല ലൈറ്റും ഉണ്ട്, സണ്ണിയാണ്. പക്ഷേ ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ മൊത്തത്തിൽ അവിടുന്ന് എന്തൊക്കെയോ ഇറങ്ങി വരുന്നുണ്ട്. എനിവേ നോക്കാം. എനിക്ക് നല്ല ഇരുട്ട് വീഴുന്നതിന് മുന്നേ ബേസ് ക്യാമ്പിൽ എത്തണം. തിരിച്ചോ ബേസ് ക്യാമ്പിൽ സ്നോയിങ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും നടക്കുന്നതിന്. പിന്നെ നോക്കട്ടെ, ലൈറ്റ് ഉള്ളിടത്തോളം കുഴപ്പമില്ല. ഈ സൺലൈറ്റ് ഉള്ളിടത്തോളം നമുക്ക് വലിയ പ്രശ്നമില്ല. സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തണുപ്പടിക്കും, കൈയും ഫേസും ഒക്കെ നല്ല രീതിയിൽ ഫ്രീസാവും. അപ്പോൾ അതിന് മുന്നേ എനിക്ക് അവിടെ എത്തണമെന്നുണ്ട്. ഇനിവേ നോക്കാം എത്രത്തോളം ഫാസ്റ്റായി പോകാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല സ്റ്റീപ്പ് വഴിയാണ്. ഇത് കയറി 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 വേണം പോകാൻ. കുറച്ച് കടുപ്പമാണ്, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇടയ്ക്കൊന്ന് നിർത്തേണ്ടി വന്നു. നിങ്ങൾക്ക് കാണാം വിൻ്റർ ക്ലോത്തിങ് എല്ലാം സെറ്റ് ചെയ്യാൻ സമയം. കാരണം നല്ല തണുപ്പ് കയറിയിട്ടുണ്ട്. അവിടെയൊക്കെ മഞ്ഞ് വീണ് തുടങ്ങി. ഇവിടെ മാത്രമേ സണ്ണുള്ളൂ, ബാക്കി കംപ്ലീറ്റ് മഞ്ഞ് വീണ് തുടങ്ങി. നല്ല ഉഗ്രം തണുപ്പാണ് കേട്ടോ. ഉഗ്രം തണുപ്പ് നല്ല ഉഗ്രം തണുപ്പാണ്. കാറ്റുമുണ്ട്. സോ ഇതിടാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അവിടെ ഇടയ്ക്ക് നിർത്തി എല്ലായിടത്തും സെറ്റ് ചെയ്തു കണ്ടിന്യൂ ചെയ്യാണ്. നേരെ തിരിച്ചു ബേസ് ക്യാമ്പിലേക്ക്. ഇവിടെ ഇപ്പോൾ റഷായി ഗൈസ്, ആൾക്കാർ കൂടി ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇവിടെ. പിന്നിൽ കുറച്ച് ദീദിമാരൊക്കെ ഇപ്പോൾ ഉണ്ട്. മുന്നിൽ ദേ കുറച്ച് ഹൈക്കേഴ്സ് പോയിട്ടുണ്ട് ഓൾറെഡി. ദേ മേളിലോട്ട് കയറി പോകുന്നുണ്ട് ആൾക്കാർ. അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്, നല്ല തണുപ്പുണ്ട്. ഞാൻ ഫുൾ കവേർഡാണ്, ഗ്ലൗ ഇട്ടിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് തണുപ്പടിക്കുന്നുണ്ട്. എക്സ്ട്രീമിൻ്റെ അകത്തേക്ക് ആ എക്സ്ട്രീമിൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്രീത്തിങ്ങിനകത്താണെങ്കിലും തണുപ്പ് ദേഹത്തടിച്ചിട്ടാണെങ്കിലും. ഹെവി. ടോപ്പിലെത്തി ഗൈസ്. ഹിമാലയത്തിലെ ടോപ്പിലല്ല, നടന്നു വന്ന അവിടെ നിന്നാണ്. ആ ട്രെയിൽ നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നിട്ടാണ് നമ്മൾ സ്റ്റെയറൊക്കെ കയറി മേടി വന്നത്. മേടി വരുമ്പോൾ ഉള്ള വ്യൂ ഇതാണ്. ഹിമാലയം ഇങ്ങനെ നേരന്ന് കിടക്കുകയാണിത്. ഓ മാൻ, so beautiful here.
തെളിയിച്ച് വയ്ക്കലൊക്കെ ട്രെയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗായ്സ്. ഓ, ഈ കാണുന്ന ആ വരി മൊത്തം ഇറങ്ങിയാണ് നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് പോകേണ്ടത്. എക്സ്ട്രീം മാൻ, കാറ്റുമുണ്ട്, തണുപ്പുമുണ്ട്, അതിൻ്റെ കൂടെ ഈ ബാക്ക് പാക്ക് ഇട്ടുകൊണ്ടുള്ള നടത്തയും കൂടെ ആയപ്പോൾ ഇറ്റ്സ് ഗുഡ്. എപ്പോഴും ഞാൻ പറയുന്നത് ഇറ്റ്സ് ഗുഡ്. മനസ്സിന് നല്ല സുഖമുണ്ട്. ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ട്രെയിൽ എടുത്ത് ഒറ്റയ്ക്ക് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ. ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇത് ചെയ്തെടുക്കുന്നതിന്. പക്ഷേ എനിക്ക് ചെയ്യണം, ഇത് ചെയ്ത് ഫിനിഷ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു സ്വപ്നമാണ്, അതിനുവേണ്ടിയുള്ള പ്രയത്നമാണിത്. It's so hard. Hey. See the mountains. അതിനപ്പുറത്ത് എവിടെയോ ആണ് മനാങ്. അതെല്ലാം കടന്നാണ് ഇന്ന് ഇവിടം വരെ എത്തിയത്. ഇനിയും പോകാനുണ്ട്. അപ്പർ പിസാങ് നിന്ന് ഗ്യാരു വരെ ഹാർഡസ്റ്റ് ട്രെയിലായിരുന്നു. ആ സ്റ്റീപ്പ് ബാക്ക് പാക്കും കൊണ്ട് ആ സ്റ്റീപ്പ് കയറുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ ബാക്ക് പാക്കും കൊണ്ട് സ്റ്റീപ്പ് കയറുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ തണുപ്പും കാറ്റും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 4200 മീറ്റർ ഹൈറ്റിലായിരിക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത്. കൃത്യം എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു
上斜或者在这边上斜。啊，过来以后到这个角儿来，到这角儿上斜。 വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാർട്ടാണ് ഗൈസ്. നോക്കിയോണേ, അവിടെ വഴിയില്ല, ചെറിയൊരു ഇടനാഴിയുടെ ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ. എൻ്റെ പിന്നിൽ കുറച്ച് ചൈനീസ് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അവരിൽ 2 പേരിപ്പുറം ഇറങ്ങി, ബാക്കി കുറച്ച് പേര് അവിടെ സ്റ്റക്കാണ്. അവർക്ക് പിന്നെ കൂടെ ഒരു ഗൈഡുണ്ട്. പുള്ളിക്കാരനാണ് അവരെ സേഫായിട്ട് ഇപ്പുറത്തെത്തിക്കുന്നത്. പക്ഷേ എന്നെ പുള്ളിക്കാരനെ സഹായിക്കില്ല, കാരണം ഞാൻ പുള്ളിയുടെ ക്ലയൻ്റ് അല്ലല്ലോ. സോ നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കിയേ പറ്റൂ. അപ്പോൾ സർക്യൂട്ടിന് വരുന്ന താല്പര്യമുള്ള ആൾക്കാർ, വരുന്ന പ്ലാനുള്ള ആൾക്കാർ ഈ ചലഞ്ചൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ വരാവൂ. റിസ്ക്കിയാണ്, റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കടമ്പ കടന്നപ്പുറത്ത് പോകുന്നതിന് കുറച്ച് ധൈര്യവും കുറച്ച് എനർജിയും ഒക്കെ വേണം. അപ്പം ഇത്തിരി റിസ്ക്കിയാണ്. ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നില്ല, ഞാൻ കാണിക്കാം. ഞാനിതേ കൂടെ നടന്ന് പോവുകയാണ്. ഇത് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ നിന്ന് മണ്ണ് പതുക്കെ ഇടിഞ്ഞു വീഴും. മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീഴുന്നുണ്ട്. കുറച്ചായിട്ട് ഇങ്ങനെ മണ്ണ് പൊഴിഞ്ഞ് താഴോട്ട് വീഴുന്നുണ്ട്. ഇവിടെ 2 വഴിയുണ്ട്, മുകളിലുണ്ട് താഴെയുണ്ട്. മുകളിലത്തിനകത്തുള്ള പ്രശ്നം തന്നെ, മുകളിൽ ചവിട്ടി കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഇപ്പോൾ ആ ഗൈഡ് പറഞ്ഞാണ്, മുകളിൽ ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടുമ്പം മണ്ണ് അനങ്ങുമ്പോഴത്തേക്ക് മേളിൽ നിന്നുള്ള മണ്ണ് താഴോട്ട് ഒഴുകി ഇറങ്ങും. അപ്പോൾ അത് നല്ലൊരു ക്വാണ്ടിറ്റി ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ നമ്മളെയും കൊണ്ടിത് നേരെ അങ്ങ് താഴെ പോകും. അങ്ങനെ ഒഴുകി പോയതാണ് ഈ സൈഡിൽ കിടക്കുന്ന മൊത്തം. സോ പുള്ളിക്കാരൻ പറഞ്ഞ് ഈ തിട്ടയുടെ താഴെ കൂടെയുള്ള വഴി, ചെറിയ വഴി കൂടെ പതുക്കെ നൈസിന് നടന്നു പോകാനാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ എന്തായാലും അങ്ങനെ നടന്നു പോകാനുള്ള പ്ലാനിൽ നിൽക്കുക. ഓക്കെ, എനിക്ക് താഴ്ചയുണ്ട്. ഓക്കെ, ഇന്ന് തെന്നിക്കഴിഞ്ഞാൽ നേരെ താഴെ പോകും. അതിനൊക്കെ ഇന്ന് ഇത്തിരി മണ്ണിടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം ചിലപ്പോൾ നേരെ താഴെ എൻ്റെ തലയിൽ കൂടെ ഒന്ന് വീഴും. റിസ്ക്കിയാണ്. ഞാൻ പതുക്കെ അങ്ങ് അപ്പുറത്തിറങ്ങട്ടെ. ക്യാമറ പൊക്കി പിടിക്കുമ്പോൾ കൈയും വേദനിക്കുന്നു. ചിരിക്കാനും പറ്റണില്ല. താഴോട്ടൊന്നും പറഞ്ഞ് വീട്ടിലാണ് മക്കളെ, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോണേ. പാറകളോട് പറഞ്ഞതാ. അങ്ങനെ മേളിൽ എത്തി ഗൈസ്. ഇത് എവിടെ ഇപ്പോണ്ട് പയ്യനാണ് ചൈനീസ് ഗസ്റ്റിനെ കൊണ്ടുവന്നത്. നൈസ് പയ്യൻ. എൻ്റെ അടുത്ത് കുറച്ചേരം സംസാരിച്ചാണ്. അടിപൊളി ആള്. നോട്ട് മലയം, മലയാളം. പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളിക്കാരൻ കുറേ സൗത്ത് ഇന്ത്യൻ മൂവീസൊക്കെ കാണാറുണ്ട്. പ്രഭാസിൻ്റെ മൂവിയും മഹേഷ് ബാബുവിൻ്റെ മൂവീസൊക്കെ കാണാറുണ്ട്. സൗത്ത് ഇന്ത്യൻ മൂവിയുടെ ഫാനാണ്. I'm Nepali, but I like to South movie because South movies like stories are fantastic, you know, like fighting, dancing, talking. It's like art and romance. It's like fantastic. That's why I like to. Thank you so much. Like India, like Bollywood, I don't like. You don't like Bollywood, but Salman Khan, Shah Rukh Khan, but I don't like that. But South India you like most. Yeah, I like South India. Yeah, nice. South Indian movie, they have to like chemistry, like, you know, hero, heroine, you know, chemistry is very fantastic. Okay. You know? There's not too much drama in it. Yeah, no, yeah, that's true. It's like look like reality, you know. You feel like you what's happen in your life. Yeah. That's thank why you. I like this South movie. Thank you for sharing. It's my Probably people will see this and they will be really happy. Malayali people. Thank you. അപ്പോൾ ആശാൻ ഗസ്റ്റുകളെ കൊണ്ടുവന്നാണ്. ആശാൻ്റെ ക്ലയൻസ് ആണ് ഇത് അവിടെ വരുന്നത്. ചൈനീസ് ഗ്രൂപ്പാണ്. പതുക്കെ കയറി വരികയാണ്.
ഞാനും ഇവർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. എൻ്റെ പിന്നിലായിരുന്നു അവർ. ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഇവർ വന്ന് കണക്റ്റായി. പക്ഷേ നല്ല ചില്ല് ബ്രോ ആണ്, എന്താ ഡാൻസൊക്കെ കളിച്ച്. അവരടിച്ചു വിളിക്കുകയാണ്, ഒരു കുഴപ്പമില്ല, അവർ ചില്ല് മൂടാണ് അവർ. അങ്ങനെ നമ്മൾ ഏതാണ്ട് തിരിച്ചോ ബേസ് ക്യാമ്പ് എത്താറായെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എനിക്കിവിടെ വന്നിട്ട് അവിടെ ഒരു ചെറിയ വില്ലേജ് കാണാം. അങ്ങ് ഈ വഴിയൊക്കെ ചെന്ന് അതിൻ്റെ ഇടയിലായിട്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കണം തിരിച്ചോ ബേസ് ക്യാമ്പ്. എന്തായാലും നോക്കാം. എൻ്റെ പിന്നിൽ മറ്റേ ടീമുകളുണ്ട്. ഞാൻ മുന്നേഞ്ഞ് വന്നു, അവർ പതുക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ മുന്നേഞ്ഞ് നടന്നു വന്നു. വഴി ശോകമാണ് കേട്ടോ. ഇതാണ് വഴി. മേളിൽ നിന്നൊക്കെ ഇവന്മാരെല്ലാം കൂടെ പൊഴിഞ്ഞ് താഴോട്ട് വീഴും. സോ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. വളരെ കെയർഫുള്ളായിട്ട് വേണം പോകാൻ. താഴോട്ടും അത് തന്നെ, കാല് വെക്കുമ്പോൾ ഇതിൻ്റെ എജ്ജിലെങ്ങാനും വെച്ച് കഴിഞ്ഞാൽ തെന്നി നേരെ താഴെ പോവും. ആ ഗൈഡ് പയ്യൻ പറഞ്ഞ പ്രകാരം താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡെഡ്, അതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഒരുപാട് പേര് ഓൾറെഡി ഇവിടെ വീണ് മരണപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് വീണ് ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ പുള്ളിൻ്റെ അടുത്ത് പറയുന്നത് അത് തന്നെ, സൂക്ഷിച്ച് പോ, നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, സൂക്ഷിച്ച് പോ, റിസ്ക് എടുക്കണ്ട, കൂടെ വരുന്നെങ്കിൽ കൂടെ വാ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നതാണ് പറഞ്ഞത്. പിന്നെ അവർ ഈ പറയുന്ന ക്ലയൻസും ഗൈഡുമായിട്ട് പോകുന്നതിനിടയ്ക്ക് നമ്മളൊരു ഭാരം ആവരുതല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി മുന്നേഞ്ഞ് നടന്നു. അവർ പിന്നിലുണ്ട്, പക്ഷേ ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് നടക്കുന്നത്. ഇൻ കേസ് എവിടെയെങ്കിലും കോംപ്ലിക്കേഷൻ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ക്യാമറ കട്ട് ചെയ്യും, എന്നിട്ടേ ക്രോസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലുള്ള ചെറിയ ഇടുക്കിലൊക്കെ ഇത്തിരി പ്രശ്നമാണ്. പക്ഷേ ഇതൊക്കെയല്ലേ ഒരു അഡ്വഞ്ചർ. റിസ്ക് ഇല്ലാതെ എന്ത് അഡ്വഞ്ചർ ഡേ. പക്ഷേ ആശ്വാസമുണ്ട്, ചെറിയ സമാധാനം കേട്ടോ. നമ്മളെന്തായാലും എത്താറായല്ലോ. കുറച്ചുകൂടെ ഉണ്ട്. ഈ മല ഇവിടുന്ന് കാണുമ്പോൾ ഇത്തിരി ഉള്ളൂ, പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി 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 വേണം അങ്ങ് എത്താൻ. അപ്പോൾ എന്തായാലും ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കുമായിരിക്കും അവിടെ വരെ എത്താൻ. നോക്കട്ടെ. ഗോപ്രയിൽ വലിയ ക്ലിയർ ഉണ്ടാവില്ല, പക്ഷേ ഇതേ ആ കാണുന്ന സൈഡിലൊരു ചെറിയ വര കണക്ക് കിടപ്പുണ്ട്. അപ്പോൾ ബേസ് ക്യാമ്പ് അവിടെ ആണ്. അവിടെ നമ്മൾ സ്റ്റേ അടിക്കുന്നു. നാളെ രാവിലെയാണ്. ഈ വഴി നടന്ന് 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 അങ്ങൊരു മൗണ്ടൻ കാണുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങ് അപ്പുറത്ത് കയറി അത് ചാടി കടന്നാലാണ് നമ്മുടെ തിലിച്ചോ ലേക്ക്. അവിടെയാണ് നമുക്ക് നാളെ രാവിലെ പോകേണ്ടത്. അയ്യോ, സോ ഐ എം സോ എക്സൈറ്റഡ് ആക്ച്വലി. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടം വരെ എത്തി. ബേസ് ക്യാമ്പിൽ നിന്ന് നൈറ്റ് സ്റ്റേ ചെയ്ത് നാളെ രാവിലെ വെളുപ്പിനെ എണീറ്റ് തുടങ്ങണം, എങ്കിലേ നമുക്ക് നല്ല വെതർ കിട്ടത്തുള്ളൂ. ഉച്ചയോടുകൂടി കംപ്ലീറ്റ് ക്ലൗഡായി ഫുള്ള് മഞ്ഞ് വീഴ്ച തുടങ്ങും. ഉച്ചയ്ക്ക് മുമ്പ് കണ്ട് തിരിച്ചിറങ്ങണം, അതാണ് ടാസ്ക്. സോ ഇപ്പം നേരെ ചെന്നിട്ട് ഫുഡ് പറഞ്ഞ് ഫുഡും കഴിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങി നാളെ രാവിലെ എണീറ്റ് തുടങ്ങണം. വെളിച്ചം വീഴുന്നതിന് മുന്നേ നടന്നു തുടങ്ങിയ വെളിച്ചം വീഴുന്ന സമയത്ത് അതിന് മുകളിലെത്താം. നല്ല രീതിയിൽ കാഴ്ചകൾ കണ്ടിട്ട് നൈസിന് തിരിച്ചിറങ്ങാം. ഇതാണ് പ്ലാൻ. നോക്കട്ടെ എങ്ങനെ വർക്കൗട്ട് ആകുമെന്നുള്ളത് കണ്ടറിയാം. സോ ഇവിടെ ബോർഡുണ്ട്, തിലിച്ചോ ബേസ് ക്യാമ്പ് 4200 മീറ്റർ. അങ്ങനെ നമ്മൾ 4200 മീറ്ററിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു മുഴുവൻ ദിവസത്തെ ട്രക്കിങ്ങിന് ശേഷം നമ്മൾ തിലിച്ചോ ബേസ് ക്യാമ്പ് എത്തിയിരിക്കുകയാണ്. ഇതാണ് തിലിച്ചോ ബേസ് ക്യാമ്പ് കേട്ടോ. അത്യാവശ്യം ഗസ്റ്റ് ഹൗസുകളും സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. എന്തായാലും ഇവിടെ നമുക്ക് സ്റ്റേ അടിക്കാൻ അവസരം കിട്ടിയ എന്തായാലും വലിയ ഭാഗ്യമാണ്. എൻ്റെ ഒരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, പുള്ളിക്കാരൻ്റെ ഗസ്റ്റ് ഹൗസിൽ സ്പേസ് ഉണ്ടോ അല്ല എന്താണ് അവിടുത്തെ അവസ്ഥ. അതിനുശേഷം ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം.